RGC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജാൻ മൂലത്ര. ഞാൻ നേരത്തെ നെഞ്ചക്കിനെ കുറിച്ചൊരു ചെറിയ വീഡിയോ ചെയ്തു. അപ്പോൾ ഒരുപാട് പേരത് കണ്ട് അതിനെ കുറിച്ച് കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നെഞ്ചക്കെന്ന് പറയുന്നത് നല്ലൊരു വെപ്പണാണ്. പക്ഷെ ഇതിന്റെ ശരിയായ ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം അറിയാത്തത് കൊണ്ടാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിലെ സിനിമയിലൊക്കെ ചില കുട്ടികൾ കണ്ടിട്ട് പെട്ടെന്ന് പോയി എന്തെങ്കിലും ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ തലയ്ക്കൊക്കെ അടിക്കുമ്പോഴാണ് ആദ്യത്തെ ഒരടിയിൽ തന്നെ കൊള്ളുന്ന ആളുടെ തല ബോധം പോവുകയും മരിക്കുകയൊക്കെ ചെയ്യും. ഒരിക്കലും അത്തരം പ്രയോഗങ്ങളൊന്നും ഇതുകൊണ്ട് ചെയ്യാൻ പാടില്ല. ആൾക്കാരൊക്കെ കൊണ്ടു നടക്കുമായിരുന്നു. അന്ന് ഇതുപോലെ അക്രമങ്ങളോ പ്രശ്നങ്ങളോ പെട്ടെന്നൊരു ദേഷ്യം വരലോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പൊ ഇതാരും കൊണ്ടു നടക്കലില്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില കുട്ടികൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വന്ന് ഈ ആയുധം എടുത്തുകൊണ്ട് പോയി. ഒരിക്കലും അവർക്ക് ഇത് എങ്ങനെ പ്രയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് വളരെ അപകടം ഉണ്ടാകുന്നത്. ഒരിക്കലും നമ്മൾ ഈ തലയിൽ ഇങ്ങനെയുള്ള അടിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്ഥലത്ത് പൊള്ളത്തക്ക രീതിയിൽ അടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഒറ്റ അടിക്ക് തന്നെ തീർന്നു പോകും. അപ്പൊ ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് പ്രയോഗിക്കേണ്ടത്. നല്ലൊരു മാസ്റ്ററുടെ കീഴിൽ പരിശീലനത്തിന് ശേഷം മാത്രമേ ഈ ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ഒരു പ്രഹരം 150 മടങ്ങായിട്ടാണ് പ്രഹരിക്കുന്നത്. അറിയാത്ത ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് അറിഞ്ഞിട്ടുള്ള കരാത്തെ പഠിച്ചിട്ടുള്ളവരാരും അങ്ങനെ ഒരു ആക്രമണത്തിന് ഇത് ഉപയോഗിച്ച് ഒരു അപകടം ഉണ്ടായിട്ടായി നമ്മൾ കാണുന്നില്ല. പക്ഷെ കുട്ടികളൊക്കെ ഇത് പഠിച്ചിരിക്കുന്ന ഇപ്പൊ എല്ലാ മാർഷൽ ആർട്സ് സ്കൂളുകളിലും കരാത്തെ സ്കൂളുകളിലെല്ലാം നെഞ്ചക്കു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളൊരു ചെറിയ വിശദീകരണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ നന്നായി പഠിക്കുന്ന ഒരാള് ആദ്യം ഇങ്ങനെ തലയ്ക്ക് ഇങ്ങനെയൊന്നും അടിക്കാൻ നിൽക്കരുത്. ഇതാണ് ഏറ്റവും അപകടകരമായ അറ്റാക്ക്. നമ്മൾ ഈ ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ തലയുടെ മണ്ടയ്ക്ക് കൊണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബോധം പോവും. നല്ല പവറിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തലമണ്ട പൊട്ടിച്ചത്. ഒരിക്കലും ഇങ്ങനെ ആരെയും പ്രഹരിക്കാൻ പാടില്ല. അതുപോലെ ഇത് കറക്റ്റായിട്ട് കൊള്ളുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് കൊണ്ടാലും മരണം ഉറപ്പാണ്. ഒരു അറ്റാക്കിനെ നമുക്ക് വളരെ നൈസായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാം. ഷോൾഡറിലൊന്നും അടിച്ചാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറുതായി ചിലപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അല്ല, അതിനപ്പുറത്തേക്ക് മരണമൊന്നും സംഭവിക്കില്ല. റിപ്സിന് അടിച്ചാലും മരണമൊന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ ഈ ആയുധം ഉപയോഗിക്കുന്നവരും അപ്പൊ അറിയാത്ത കുട്ടികളൊക്കെ ചിലപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോയിട്ട് ആദ്യത്തെ അടി തലയ്ക്കൊക്കെ അടിച്ച് തലയൊക്കെ പൊട്ടിച്ച് മരണമൊക്കെ സംഭവിച്ചിട്ട് നമ്മൾ അറിഞ്ഞു. ഒരിക്കലും അങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു മാസ്റ്ററുടെ കീഴിൽ പരിശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉപകരണം കൊണ്ട് അല്ലെങ്കിൽ ഈ ആയുധം കൊണ്ട് ഒരിക്കലും ആരെയും ഉപദ്രവിക്കാൻ നമുക്ക് പോകില്ല. അപ്പൊ എവിടെയെങ്കിലും അല്ലെ സിനിമയിലോ ഒക്കെ കണ്ടിട്ടാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോയി ആക്രമിക്കുന്നത്. അവരറിയുന്നില്ല ഇതുകൊണ്ട് അടിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുള്ളതൊന്നും അവരറിയാത്തത് കൊണ്ടാണ് തീർച്ചയായിട്ടും ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഈ നഞ്ചക്ക് പോലുള്ള നഞ്ചക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ഉപയോഗിക്കാനോ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പ്രകോപനപരമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി എടുത്തുകൊണ്ട് പോയി തലമണ്ടയൊക്കെ അടിച്ച് പൊട്ടിക്കാനൊന്നും ആരും നിൽക്കരുത്. വളരെ നല്ലൊരു വെപ്പണാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെപ്പണാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിശീലിക്കുകയും ചെയ്യാം.